ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഫേവറേറ്റ് സ്നാക്ക് പഴംപൊരി. നമ്മൾ പഴംപൊരി ഉണ്ടാക്കാൻ പോവാണ്. ഞങ്ങൾക്ക് എത്ര കഴിച്ചാലും മതി വരാത്തൊരു സ്നാക്ക് എന്ന് പറഞ്ഞത് പഴംപൊരിയാണ്. നമുക്കിന്ന് പഴംപൊരി ഉണ്ടാക്കാം ഗൈസ്. വെൽക്കം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ബനാന ആദ്യമേ കട്ട് ചെയ്ത് ഉണ്ടായിരുന്നതല്ല ഊമയാണ് കട്ട് ചെയ്തത്. ഞാൻ കട്ട് ചെയ്ത സൈസിൽ വ്യത്യാസം വരുന്നതുകൊണ്ട് ഊമ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഇത് മുക്കിയിട്ട് ഫ്രൈ ആക്കാനുള്ള ബാറ്റർ ഉണ്ടാക്കാം. കുറച്ച് മൈദ ഇടാം. കളവൊന്നും അറിയില്ല, ഞാൻ എൻ്റെ ഏകദേശ ഊഹത്തിൽ നമ്മൾ കുറച്ച് മാവിടും. ഇത്ര മതിയില്ലേ? നമുക്ക് കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ഇടാം, കുറച്ച് പഞ്ചസാര ഇടാം. അളവൊന്നും എനിക്ക് അറിയത്തില്ല. പഴം നന്നായിട്ട് പഴുത്ത് തോന്നും, കുറച്ച് പഞ്ചസാര മതിയാവും എന്ന് വിചാരിക്കും. നമുക്ക് അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് മാത്രം സോൾട്ട് ഇടാം. ഇനി നമുക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചത് ചേർത്ത് നോക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്രയൊക്കെ മതിയെന്ന് തോന്നും. ഇത്ര മതിയെന്ന് വിചാരിക്കുന്നു, ഇത്രയെന്ന് അറിയത്തില്ല. നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഏകദേശമൊക്കെ ബാറ്റർ റെഡിയാണെന്ന് തോന്നുന്നു. നമുക്ക് ഇതിന് ഫ്രൈ ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി പഴംപൊരി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഫ്രൈ ചെയ്ത ആദ്യത്തെ 3 പഴംപൊരി യമ്മിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. സോഫ്റ്റ് പഴംപൊരി. നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. കഴിക്കാം. സൂപ്പർ സാധനം. അടിപൊളി. നല്ല സോഫ്റ്റ് കിട്ടോ. നല്ല പഴം പഴുത്തതുകൊണ്ടാണ് തോന്നുന്നു. നല്ല അടിപൊളി. ഒരാൾ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഫ്രൈ ആക്കിയ പഴംപൊരി കേട്ടോ. നമ്മൾ ബേക്കിംഗ് സോഡ അങ്ങനത്തെ പൊങ്ങി വരാനുള്ള ഒരു ഐറ്റം ചേർക്കാത്ത അടിപൊളിയായിട്ട് തന്നെ പൊങ്ങിയിട്ടുണ്ട്. നമ്മൾ പ്ലേറ്റ് തരാം. കാലിയായിരിക്കുന്നു. അതുപോലെ കഴിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റ് ഇവിടെ കാലിയാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ വൈകിട്ട് ഇപ്പോൾ എത്രയായി? ഒരു 5, 5:30, 6 മണി ആയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ രൂഹം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.